കുവൈറ്റിൽ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾ ഞെട്ടറ്റ് വീഴുന്ന തരത്തിലാണ് 10-ലധികം വിമാനങ്ങൾ ഇങ്ങനെ താഴെ വീണ് തകർന്നിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഇത് ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ തങ്ങൾ പഠിച്ചു വരികയാണ് എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത്. അമേരിക്ക അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കൊലയൊടിഞ്ഞ് വീഴുന്ന പോലെയാണ്, ഒന്നിന് പിറകെ ഒന്നായിട്ട് അങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിലാണ്. ഇത് ഇറാൻ്റെ ആക്രമണം മൂലമാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് തങ്ങൾ പഠനം നടത്തുന്നു എന്നാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഇറാൻ്റെ സൈനിക ബലവുമായിട്ട് ബന്ധപ്പെട്ട് കുവൈത്തിൽ വലിയ രീതിയിലുള്ള ആകാംക്ഷ ഉണ്ടായിരിക്കുകയാണ്, വലിയ പ്രയാസം ഉണ്ടായിരിക്കുകയാണ്. അവിടുത്തെ സൈനിക താവളവും കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ഏത് സമയത്തും ആക്രമിച്ചേക്കാം എന്ന ലിസ്റ്റിൽ കുവൈറ്റിലെ അമേരിക്കയുടെ ബേസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നും ഏകദേശം 6-ലധികം മിസൈൽ ആക്രമണങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പ്രതിരോധിക്കാൻ സാധിച്ചു എന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്നതിനാൽ ഈ മേഖലയിൽ നിന്ന് സൈനികരെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്നുള്ളതും ഈ മേഖല അടക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. കുവൈറ്റിൽ നിന്ന് ഇറാൻ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കക്ക് ഒരുപാട് പരിമിതികളുണ്ട്. മാത്രമല്ല, അത്ര ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മേഖല അപ്പാടെ കത്തി അമരാൻ സാധ്യതയുണ്ട് എന്നും കൂടി ഇതിൻ്റെ ഇടയിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയാണ്. അതോടൊപ്പം തന്നെ ഒമാനിൽ ഒരു കപ്പൽ കൂടി ആക്രമിച്ച വിവരങ്ങൾ പുറത്തു വന്നു. ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ളതും കപ്പലിൻ്റെ ഒരു ഭാഗം തീ പിടിച്ചതായിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഇറാൻ്റെ ആണവ കേന്ദ്രത്തിന് നേരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ ആക്രമണം നടത്തിയിരിക്കുന്ന വിവരം അതോടനുബന്ധിച്ച് തന്നെ പുറത്തു വരികയാണ്. എന്നാൽ അവിടെ നിന്ന് ഏതെങ്കിലും നെതൻസിലുള്ള ഇറാൻ്റെ ആണവ കേന്ദ്രത്തിലാണ് ആക്രമിക്കപ്പെട്ടത്. അവിടുന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആണവായുധ ചോർച്ചാ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് IAEA പറയുന്നു. അത് ഇറാൻ്റെയും കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ അവരുടെയും കൂടി അഭിപ്രായം കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രമേ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റൂ എന്ന് IAEA പറയുന്നു. ഇവിടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ഈ സംവിധാന കാര്യങ്ങളൊക്കെ നെതൻസ് പോലെ ഫോർദോ പോലെയുള്ള മേഖലയിൽ നിന്ന് മറ്റെങ്ങോട്ടോ മാറ്റിയിരിക്കുന്നു എന്നും ചില പ്രാദേശിക റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. എന്നാൽ ഇവിടെ ഈ പ്രവർത്തനം നടക്കുന്നു എന്ന രീതിയിലാണ് ഇസ്രായേലും അമേരിക്കയും കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യവും ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചിട്ട് പോലും അവിടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് എത്താൻ പോലും സാധിക്കാത്ത വിധം അത്രയ്ക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് ഈ സംവിധാനങ്ങൾ ചെയ്തത് എന്നുള്ളതിനാൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ പോലും ഇസ്രായേലിനും പ്രയാസമായിരിക്കുകയാണ്. നെതൻസിന് നേരെ ആണവ കേന്ദ്രം ആക്രമിച്ച അതേ സമയത്ത് തന്നെ 2-ലധികം മിസൈലുകൾ ഇസ്രായേലിൻ്റെ തെല്ലവീവ് കേന്ദ്രീകരിച്ചുകൊണ്ട് തൊടുത്തുവിട്ട വിവരം പുറത്തു വന്നു. ഒന്ന് അവിടെ വീണിട്ടുണ്ട് എന്നുള്ളതുമാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. വലിയ ശബ്ദത്തോടു കൂടി പൊട്ടിത്തെറിച്ചു എന്ന് പറയപ്പെടുന്നു. ഒന്നിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട്, അങ്ങനെയും പറയുന്നു. അപ്പോൾ സർവ്വ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ഇപ്പോൾ ഇറാൻ്റെ ആക്രമ പരമ്പരകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം ഏറെക്കുറെ അമേരിക്ക വല്ലാത്ത രീതിയിൽ വിഷണ്ണമായിരിക്കുന്ന കാര്യം. ഈ മേഖല കേന്ദ്രീകരിച്ചു അമേരിക്കയിൽ സ്ഥിരമായിരിക്കുന്ന സൈനിക ബേസുള്ള അറേബ്യൻ രാജ്യങ്ങൾക്ക് സുരക്ഷിതത്വം ഒരുക്കുന്ന കാര്യത്തിൽ പോലും അമേരിക്ക പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ഏറെക്കുറെ രാജ്യത്തുള്ള വിമാന സർവീസ് അപ്പാടെ നിർത്തിവെച്ചിരിക്കുന്നു. സൗദി അറേബ്യ മാത്രമാണ് നിർത്താത്തത്. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളും ഏറെക്കുറെ നിർത്തിയിരിക്കുന്നു. എയർപോർട്ടിലേക്ക് പോലും, അതായത് UAEയുടെ എയർപോർട്ട് കേന്ദ്രീകരിച്ച് പോലും മിസൈൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ നിൽക്കുന്നത്. അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇവിടെ നിന്ന് ആക്രമിക്കാൻ വേണ്ടി വലിയ പ്രയാസം അറേബ്യൻ രാജ്യങ്ങൾക്കുണ്ട്. ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സാമ്പത്തിക സ്രോതസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട്, അഥവാ പെട്രോൾ സംവിധാനമായിരിക്കുന്ന റിഫൈനറി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വിലയിരുത്തുന്നു. അവിടെ വിഷയം എന്ന് പറയുന്നത്, ഇറാഖ് കുവൈത്ത് യുദ്ധമുണ്ടായിരുന്ന സമയത്ത് ഇറാഖിൻ്റെ സൈനികർ കുവൈറ്റിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകുമ്പോൾ എണ്ണക്കിണറുകൾക്ക് തീ കൊടുത്തിട്ടാണ് പോയത്. പല 4-ലധികം എണ്ണക്കിണർ, അല്ലെ ഒരു ഡസനോളം എണ്ണക്കിണർ എന്നൊക്കെ റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ ചില എണ്ണക്കിണർ 1 വർഷത്തോളം കത്തിയതിന് ശേഷമാണ് അത് കെടുത്താൻ വേണ്ടി സാധിച്ചത്. കെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് കെടുത്താൻ വേണ്ടി സാധിച്ചില്ല. ഒരു എണ്ണക്കിണർ, 1-2 എണ്ണക്കിണർ 1 വർഷത്തോളം കത്തിയതിന് ശേഷമാണ് കെടുത്താൻ സാധിച്ചതെന്ന് പറയുന്ന സമയത്ത് അത്രയും സാമ്പത്തിക നഷ്ടം ആ രാജ്യത്തിന് ഉണ്ടായി എന്നുള്ളതാണ്. ഉപയോഗിക്കേണ്ട ഈ പെട്രോളാണ് എന്ത് ചെയ്യുന്നത്,
ഒരു കാര്യവുമില്ലാത്ത രീതിയിൽ കത്തിപ്പോകുന്നത്. ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതികളൊക്കെ അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള സാമ്പത്തിക ബാധ്യത രാജ്യത്തിനുണ്ടാവും, അത് വലിയ പ്രയാസം ഉണ്ടാവും. അതിനാൽ തന്നെ സമാധാനപരമായ രീതിയിൽ പ്രശ്നം തീർക്കുന്നതിനെക്കുറിച്ചാണ് വീണ്ടും വീണ്ടും അറേബ്യൻ രാജ്യങ്ങൾ പറയുന്നത്. ഒമാനെ അതിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും ഇറാനുമായിട്ട് സംസാരിക്കണം. അപ്പോൾ തങ്ങൾ ആക്രമിക്കാത്ത തങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചാക്രമിക്കുന്നത് ശരിയല്ല, ഉചിതമല്ല എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. അതിന് ഇറാൻ പറയുന്ന മറുപടി, അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആക്രമിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് പരമാവധി സൈനികർ പോയി മറ്റുള്ള മേഖലയിലൊക്കെ താമസിക്കുന്നുണ്ട്. അവർ ഒറ്റപ്പെട്ട സ്ഥലത്തും അതുപോലെ ഈ സ്റ്റാർ ഹോട്ടൽ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നുണ്ട്. അവരുടെ തൊഴിലിടങ്ങളിലും അവരുടെ താമസ സ്ഥലത്തും തങ്ങൾ ആക്രമിക്കും. അതിന് ഏറെക്കുറെ തങ്ങൾക്ക് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അറാംകോ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് അമേരിക്കക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിച്ചത്. ബഹ്റൈനിലെ സ്റ്റാർ ഹോട്ടലിൽ നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. ആ ആക്രമണത്തെക്കുറിച്ചിട്ട് ഏകദേശം ഇതിനെ കൂട്ടി നമ്മൾ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ സ്റ്റാർ ഹോട്ടൽ ഒരുപക്ഷെ അമേരിക്കക്കാർ താമസിച്ചിട്ടുണ്ട് എന്നുള്ളതായിരിക്കും. ഇതാണ് ഇറാൻ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ന്യായീകരണങ്ങൾ. ഇത് പക്ഷേ മറ്റൊരു രാജ്യങ്ങളിൽ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അമേരിക്കക്ക് അറേബ്യൻ രാജ്യങ്ങളിൽ ബേസ് ഉണ്ടാക്കി കൊടുത്തതിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ അറബ് രാജ്യം വലിയ നിരാശയിലാണ്. അതുകൊണ്ടാണ് വലിയൊരു അഭിവൃദ്ധിയും പുരോഗതിയും രാജ്യത്തുണ്ടാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ അറേബ്യൻ രാജ്യങ്ങളിൽ തൊഴിലിന് വേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ മുറിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കൊക്കെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു സ്വതന്ത്ര വിഹാരം നടത്താൻ വേണ്ടി ഭൂപ്രദേശം വിട്ടുകൊടുത്തതിലുള്ള അരിശം തന്നെയാണ് ഇറാനിൽ നിന്ന് പ്രകടമാകുന്നത് എന്ന് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.